അപ്പോൾ എല്ലാ EV ഫാൻസും സമാധാനപ്പെടുക. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരും EV ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തണമെന്ന് വെച്ചാൽ. പക്ഷേ നമുക്ക് EV വാഹനങ്ങൾ അങ്ങനെ മാർക്കറ്റിലേക്ക് വന്ന് തുടങ്ങാത്തതുകൊണ്ട് ഒരു ഫ്ലോ ആവാത്തതുകൊണ്ട് നമുക്ക് അധികം വണ്ടികൾ വരാറില്ല. ഇപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 വാഹനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. ഒരു നെക്സോൺ കിടക്കുന്നുണ്ട്, ഒരു ടിഗോർ കിടക്കുന്നത്. രണ്ടും ടാറ്റയുടെ വാഹനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഈ ഒരു നെക്സോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് ലക്ഷറി XZ+ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ഇയർ വന്നിരിക്കുന്നത് 2021 സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ടാറ്റയുടെ തന്നെ EV ടിഗോറാണ്. ഇത് 2022 മോഡലാണ്. XM+ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വന്നേക്കണം. ഇതും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കണം. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 2 വാഹനം നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് അരിച്ച് കലക്കി കുടിക്കും. കാരണം EV കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ട്രീറ്റ് ആയിക്കോട്ടെ. 2 വാഹനങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഈ 2 വാഹനങ്ങൾ നമുക്കൊന്ന് ഫുൾ ഉണ്ടാക്കാം. അതിനുശേഷം ഇതിൻ്റെ എക്സാക്ട് റേറ്റും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ ഈ 2 EVs ആണ്. അപ്പോൾ ഈ 2 EV നമുക്ക് സുപരിചിതമായിട്ടുള്ള EVs ആണ്. ഒന്ന് നമുക്ക് ടാറ്റ നെക്സോൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ ടിഗോർ വരുന്നുണ്ട്. ഈ 2 EVയുടെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാച്ച് ബാഗും ഒന്ന് സെഡാനോ വന്നേക്കണം. വേറെ മൈലേജിലോ റേഞ്ചിലോ കാര്യങ്ങളൊക്കെ ഒന്നും യാതൊരു വ്യത്യാസമില്ല. എല്ലാം ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 2 വാഹനങ്ങൾ നമുക്കൊന്ന് ഫുള്ളൊന്ന് കണ്ടേക്കാം. ഇതിൻ്റെ ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ആയത് തന്നെ കേട്ടോ, ഇതാണ് വാഹനം ഇരിക്കുന്നത്. നല്ല നീറ്റായിട്ടിരിക്കുന്ന വാഹനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ പുഴ അഴുക്കും കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ബോഡി ക്വാളിറ്റി നോക്കണ്ട. ബോഡി ക്വാളിറ്റിയൊക്കെ പക്ക നീറ്റായിട്ടിരിക്കുന്ന ബോഡി ക്വാളിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. ടിഗോർ നോക്കാം. ടിഗോർ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ടിഗോറും നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ടിഗോറും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ 2 വാഹനങ്ങളുടെയും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഏകദേശം 2022 ടിഗോർ വന്നേക്കണം. അതേപോലെ തന്നെ നെക്സോൺ വന്നേക്കണം 2021 വന്നേക്കണം. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഓരോരോ ക്ലോസ് ലുക്കിലേക്ക് പോയേക്കാം. ഫസ്റ്റ് നമുക്കിവിടെ നെക്സോണിലേക്ക് പോയേക്കാം. നെക്സോണിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇനിയുടെ വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്കും പോയേക്കാം. വീലാസ് പക്ക നീറ്റായിട്ടിരിക്കുന്ന വീലാസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ബോണറ്റൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ലാമ്പിലേക്ക് പോയേക്കാം. ലാമ്പ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലാമ്പായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാസിലേക്ക് പോയാൽ വീലാസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഇരിക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഇരിക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് വിൻഷീൽഡ് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡും കാര്യങ്ങളൊക്കെ നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോയേക്കാം. ഈ വീലാസും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ തന്നെ അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നതാണ്. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. ഇവിടെ സീറ്റ്സ് നോക്കാം. ആ ട്രയാങ്കിൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് നോബ്സ് കാണാൻ പറ്റും. ഇവിടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ആയാലും വൃത്തിയിൽ തന്നെ ഈ ഡാഷ്ബോർഡ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെയും ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് കാണാൻ പറ്റും. അതേപോലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഹലോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമിലേക്ക് നോക്കാം. എൻജിനല്ല, ബാറ്ററി റൂം. ഓക്കെ, അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിടാം. അതിനുശേഷം അത് കാണുന്നേക്കാൻ മുമ്പ് നമുക്ക് ടിഗോർ കണ്ടേക്കാം. ടിഗോറായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ടിഗോറും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ വീലാസിലേക്ക് പോയേക്കാം. ഈ വീലാസായാലും നീറ്റായിരിക്കും വീലാസ് കാണാൻ പറ്റും. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ലിഡും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡും നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ ബമ്പേഴ്സായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഇവിടെ ചെറിയൊരു ബൾജി നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഓക്കെ ആയിട്ടിരിക്കുന്നു. നല്ല നീറ്റായി നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. 2 ഡോർ നോക്കാം. 2 ഡോറും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ റിയറിൽ കുറച്ച് അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിഡ് നോക്കാം.
ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. വീലാസ് ഓക്കെയായിട്ടിരിക്കുന്നു. ചെറിയ ഗ്രിപ്പ് കുറവും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ രണ്ട് ഡോർസ് നോക്കാം. ഡോർസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഡോർ പാഡ്സ് നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ കിലോമീറ്റേഴ്സ് 42,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ബാക്കിയുള്ള കൺട്രോൾസ് ഹർമാൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കല്ല ഡ്രൈവ് മോഡ്സ് കിട്ടുന്നുണ്ട്. സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇവിടെ വരുന്നില്ല, കാരണം XM എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് രണ്ട് വാഹനത്തിൻ്റെ ബോണറ്റ് മപ്പ് ചെയ്യാം. ബോണറ്റിൽ എന്തെങ്കിലും അവസ്ഥ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്സോണിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം. എഞ്ചിൻ റൂം അല്ല, സോറി, ബാറ്ററി റൂം എന്ന് പറയാം. നമുക്ക് ബാറ്ററി റൂം വരുമോ നോക്കാം. ഇവിടെ എഡ്ജസൊക്കെ നോക്കാം. ഇതിൽ ആപ്പോണിൽ പേസ്റ്റിങ്ങിലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നോക്കാം. ബാറ്ററി കൺസോൾ നമുക്ക് ഇവിടെ നിൽക്കണം. ഇനിയിപ്പോൾ സിപ്ട്രോൺ ബാറ്ററി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബാറ്ററി ബാക്കിയുള്ള നമുക്ക് സബ്സിഡറി ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ വരുന്നുണ്ട്. ഇവിടെയും പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇവിടെ ലിഡിലേക്ക് വായിക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിനി പയ്യെ ടിഗോറിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് പോയേക്കാം. ബാറ്ററി റൂമിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതാണ് ബാറ്ററി വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും സെക്കൻഡ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെയും പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് നല്ല നീറ്റായിട്ട് പേസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ലിഡിലേക്ക് വായിക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ രണ്ട് EVയും കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സോൺ ആയാലും ടിഗോർ ആയാലും EVയുടെ പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നെക്സോണിൻ്റെ ലക്ഷറി പ്ലസ് എന്ന് പറഞ്ഞ വാഹനമാണ്. ലക്ഷറി XZ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പ് എന്ന വണ്ടിയാണ്. ഇത് ടിഗോറാണ്. XM പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും കിലോമീറ്റർ തന്നെ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായി. നമുക്കിൻ്റെ റേറ്റിലേക്ക് കടക്കാകുമ്പോൾ തന്നെ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഈ വാഹനങ്ങൾ മാത്രമല്ല ഒട്ടനവധി വാഹനങ്ങളായിട്ട് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ടിഗോറിൻ്റെ റേറ്റിനകത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിഗോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2037 വരെ ഇതിന് പേപ്പർ വാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ 8 ലക്ഷം വരെ ഇതിന് ലോണും വീഴും വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8.98 lakhs ആണ് ഇപ്പോൾ ചോദിക്കണം. അപ്പോൾ 98,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ വരാം. ഈ ഇതെടുത്തിട്ട് പോയേക്കാം. ബാക്കി നമുക്ക് ലോൺ ഇടാൻ പറ്റും. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു EV നെക്സോൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി 21 മോഡലാണ്. കിലോമീറ്റേഴ്സ് 51,000 ഓടിയിട്ടുള്ളൂ. പുത്തൻ ഇൻഷുറൻസ് വരുന്നുണ്ട് വാഹനത്തിൻ്റെ. അപ്പം തന്നെ ഈ 2037 വരെ ഇതിന് വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലോൺ ഇടാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് വണ്ടിയുടെ നമ്മൾ പറയുന്ന റേറ്റ് ഫുൾ ലോൺ നിങ്ങളിലേക്ക് കിട്ടുക. അപ്പോൾ ഒറ്റ പൈസ നിങ്ങൾക്ക് മുടക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11,25,000 രൂപ, 11.25 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. രണ്ട് വാഹനങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജോ കോളോ ചെയ്തേക്കാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ രണ്ട് EVയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.